ഗൈസ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഫ്രാങ്ക്ലിൻ്റെ പുതിയ വീട് അൺലോക്ക് ചെയ്യേണ്ടതാണ്. ഇത് നമ്മുടെ ചിക്കി ക്ലൗഡ് ഗെയിമിലൂടെയാണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. PC ഉള്ളവർക്ക് PC-യിലും അൺലോക്ക് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് അൺലോക്ക് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ആ വീടിനെ പറ്റി അധികം അറിഞ്ഞുകൂടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കാണുക. ഈ ഫ്രാങ്ക്ലിൻ്റെ ഏറ്റവും ലക്ഷറി ആയിട്ടുള്ളൊരു വീടാണ്. ഫ്രാങ്ക്ലിന് ഫ്രീ കിട്ടുന്നതാണ്. ഒരു മിഷൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ മിഷനിലോട്ട് പോകുന്നതിനെ പറ്റിയും എങ്ങനെയാണ് ആ മിഷൻ കളിക്കേണ്ടതിനെ പറ്റിയും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീടിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതാണ്. അപ്പോൾ അകത്ത് ഇങ്ങനെയും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ഇട്ട് തന്നെ നല്ല നല്ല ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ ഡൈനിങ് ടേബിള്, 2 ഡൈനിങ് ടേബിൾ എന്തോ ഉണ്ട്. പിന്നെ ഇവിടെ TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നത്തെ കാണിക്കാത്. ഇപ്പം നമ്മുടെ ചാനൽ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം കയറി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ നേരെ മിഷൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ B-സൈഡിൻ്റെ അവിടെ കൂടിയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് മിഷനും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞ മാപ്പിൽ കാണിക്കുന്നതായിരിക്കും. മിഷൻ നമ്പർ 23 ദ ഹോട്ടൽ അസോസിയേഷനാണിത്. അപ്പോൾ ഇത് ട്രെവറിനെ കഴിഞ്ഞിട്ട് 2-3 മിഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഒരു മിഷൻ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണേണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്ററാണ് ഇവിടെ വരാമെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണേണ്. ആകെ ഒരു കട്ട് സീൻ കാര്യങ്ങളൊക്കെ ഇവിടെ പ്ലേ ആയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ്റെ എന്തോ വീഡിയോയും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ലെസ്റ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളപ്പോൾ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോകണേണ്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞേക്കണ ഒരു ഹോട്ടലിനെ പോയി എന്തോ അസോസിയേഷൻ്റെയാണ്, ആരോ കൊല്ലാനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോകണേണ്. നമ്മുടെ ബൈക്കിലും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പോണത്. നമ്മൾ ബൈക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലെ കൺട്രോൾസിനെ പറ്റി അറിയാത്തവരിക്കാൻ അതിനെ പറ്റി ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോകണേണ്. ഇനി അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു മിഷൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകണം. പുതിയൊരു കട്ട് സീൻ കാര്യങ്ങളൊക്കെ പ്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പിന്നെ ന്യൂസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, അത് ചേട്ടനെന്തോ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിട്ട് മിഷൻ ഫെയിലാക്കണേണ്. കളിക്കാനുള്ള മിഷൻ ഫെയിലാക്കാൻ പോകണേണ്. അപ്പോൾ ഞാൻ ആരെങ്കിലും എനിമി ആക്കാൻ പോകണേണ്. അതുപോലെ പോയിട്ട് എനിമീനാക്കട്ടെ. നമ്മുടെ മിഷൻ ഫെയിലായിട്ടുണ്ട്. അങ്ങനെ 3 പ്രാവശ്യം ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് സ്കിപ്പിൻ്റെ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം പോയി സ്കിപ്പ് ചെയ്തിട്ടും വരാം. സ്കിപ്പല്ല, ഫെയിലാക്കിയിട്ടും വരാം. നമ്മൾ 3 പ്രാവശ്യം ഇവിടെ ഫെയിലാക്കി. ഇപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഫെയിലാക്കണത്. നമുക്ക് 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഫെയിലാക്കണം. അപ്പോൾ നമ്മൾ നേരെ മിഷൻ സ്കിപ്പ് ചെയ്യുക. ഇവിടെ എക്സിൻ്റെ നെക്കിയാൽ മതി. അപ്പോൾ നമ്മൾ നേരെ സ്കിപ്പായിട്ടുണ്ട് മിഷൻ. ഇവിടെ ഇപ്പോൾ ഒരു കോൾ വരും. ആ കോൾ കഴിഞ്ഞാൽ നമുക്ക് ആ വീട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ആ കോൾ വരണവരെ വെയിറ്റ് ചെയ്യാം. ഐസിൻ്റെ ചാർജ് ഇവിടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീട് കിട്ടിയെന്നാണ് ഈ ഒരു ഇതിൽ പറയണത്. അപ്പോൾ നേരെ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ മാപ്പിൽ നമ്മൾ ലൊക്കേഷൻ വെച്ചേക്കണം. അല്ലെങ്കിൽ ചിലർക്ക് തെറ്റിപ്പോവുകയെ. കാരണം ഇത് കുറച്ച് ഡേഞ്ചറസ് വഴി കൂടെയൊക്കെയാണ് നമ്മൾ പോണത്. കാരണം വഴി പിടി കിട്ടൂല. അപ്പോൾ നമ്മൾ മാപ്പ് വെച്ച് പോകണമെങ്കിൽ നമുക്ക് വേഗം ഒത്താവുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ മാപ്പ് വെച്ചിട്ടും പോകാൻ എപ്പോഴും പറയണത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശമൊക്കെ നമ്മുടെ ഫ്രാങ്കിൻ്റെ വീട്ടിലോട്ട് നമ്മൾ ഏകദേശമൊക്കെ എത്തി തന്നെയാണ്. ഈ വഴി കൂടെ കയറി ഇനി നേരെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വീടായിരിക്കും. ഇടയ്ക്ക് പറയുമ്പോൾ തെറ്റിയൊക്കെ പോണു ഗൈസ്. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നേരെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലക്ഷറി വീടായതുകൊണ്ട് കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് പുറത്തുനിന്ന് തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടേണല്ലോ ഇവിടെ, എങ്കിലും വെറുതെ നോക്കാമല്ലോ. വെറുതെ ഒന്നുകൂടി നോക്കിയിടും വരെ ഗൈസ്. നമ്മൾ നിലത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് അതേ വീട് തന്നെയാണ് നമ്മുടെ സ്റ്റോറി മോഡിൽ കാണിക്കണത് തന്നെ. ചിക്കിൽ പിന്നെ എങ്ങനെയാണ് കോയിൻസ് കൂട്ടുന്നതെന്ന് അറിയാത്തവർക്കായിട്ട് നല്ലൊരു വീഡിയോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇടുന്നുണ്ട്.
അപ്പോൾ അത് ഉപയോഗിച്ച് നമുക്ക് കുറേ നേരത്തേക്ക് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. 200 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഞാനൊരു ഗീവ് അവേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അതൊരു പ്രീമിയം അക്കൗണ്ടായിരിക്കും ഞാൻ ഗീവ് അവേ ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് 200 സബ്സ്ക്രൈബേഴ്സ് ചെയ്യണം. സാധാരണ ആൾക്കാർ 1K സബ്സ്ക്രൈബേഴ്സിലൊക്കെ ചെയ്യാറ്. പക്ഷെ ഞാൻ നിങ്ങൾക്കായിട്ട് വേണ്ടിയാണെന്നാണ് ചെയ്യണത്. അപ്പോൾ എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ഏകദേശം ഒരു 20 ലൈക്കാണ് ടാർഗറ്റായിട്ട് വന്നേക്കുന്നത്. വ്യൂസാണെങ്കിൽ ഒരു 100. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ മറ്റേ വീഡിയോ എൻഡ് ചെയ്യാൻ പോകണേണ് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവരോടും എനിക്ക് നന്ദിയാ മാത്രമേ ഉള്ളൂ. കാരണം ഇത്രയും നേരം നിങ്ങൾ ക്ഷമിച്ചെന്ന് കണ്ടല്ല. കാരണം എൻ്റെ കണ്ടിട്ടൊന്നും അധികം ആരും കാണാത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്താൽ നന്നായിരിക്കും. പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ നിങ്ങൾ പോയി സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഔട്ട്.